എല്ലാവരുടെ അഭിപ്രായം കണ്ട് ഗുരുവായൂർ യാത്ര അതെ, അങ്ങനെ നമ്മളും ഒരു അടിപൊളി ഗുരുവായൂർ യാത്ര പോവാണ് കേട്ടോ. അതും നമ്മുടെ സ്വന്തം പ്രിയദർശിനി ബസ്സിൽ. ഞങ്ങളെ പോലെ കയ്യിൽ അത്ര ബഡ്ജറ്റ് ഇല്ലാത്തവർക്കും എന്നാൽ സമാധാനമായിട്ടൊന്ന് ഗുരുവായൂർ പോയി തൊഴുതു വരണം എന്ന് ആഗ്രഹമുള്ളവർക്കും പറ്റിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പൊ ഒട്ടും വൈകണ്ട. ഹായ് ഹലോ, ഞാൻ അഭിഷ. എന്നാ പോവല്ലേ? കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് ഒരു 11:45 ആയപ്പോഴാട്ടോ ഞങ്ങളുടെ ബസ് എടുത്തത്. സീറ്റ് ഉണ്ടാകുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. പുറത്തെ ചെറിയ മഴയും കാഴ്ചകളൊക്കെ കണ്ട് ഒരു 3-4 മണിക്കൂർ കൊണ്ട് നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടും അവിടെ ഇറങ്ങിയപ്പോഴും നല്ല മഴയായിരുന്നു. KSRTC സ്റ്റാൻഡും അമ്പലവും അടുത്ത് തന്നെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അവിടെ എത്തിട്ടോ. വെസ്റ്റ് നടയിലൂടെ കയറി നമുക്ക് ഈസ്റ്റ് നടയിൽ എത്തണമായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ റൂം വരുന്നത് അവിടെയാണ്. ഓൺലൈനിലെ ഫോട്ടോ കണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഞങ്ങൾ പോയത്. 1800 രൂപയ്ക്ക് താഴെ കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച റൂം തന്നെയായിരുന്നു കേട്ടോ ഇത്. ശരിക്കും ഈ ഒരു റൂം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ബാത്റൂമും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. സമയം ഒരു വൈകിട്ട് 4 മണിക്ക് അടുത്തായത് കൊണ്ട് തന്നെ ഇനി ഊണ് കിട്ടുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പഴയിടം രുചിയിലേക്ക് ചെന്നത്. പപ്പടം തീർന്നു പോയെങ്കിലും ഒത്തിരി വിഭവങ്ങളുള്ള ഒരു സദ്യ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടുന്ന് കഴിച്ചത്. ഒരു ഊണ് 170 രൂപയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ വയറൊക്കെ ഫുൾ ആക്കിയിട്ട് ഒന്ന് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് ലോഡ്ജിലേക്ക് പോവാട്ടോ. അതിന്റെ ഇടയിൽ ഞാനും ചേച്ചിയും ആൽമരം അടയാളം വെച്ചിട്ടുള്ള പ്രിയങ്ക ഫാൻസി തപ്പി നടന്നു കേട്ടോ. റീലിലെ ഹൈപ്പ് ഒന്നും വെറുതെ അല്ലാട്ടോ. അത്യാവശ്യം ഒരുപാട് പ്രൊഡക്ട്സ് തന്നെ ഇവിടെ ഉണ്ട്. വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ നോക്കി വെച്ച് ഒന്നും വാങ്ങാതെ തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദീപാരാധന തൊഴാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ്. എന്റെ അമ്മ, അമ്മയുടെ ചേച്ചി, അതായത് എന്റെ വല്യമ്മ, പിന്നെ എന്റെ ചേച്ചി. എല്ലാരും ഒരേപോലെ ഹാപ്പിയും എക്സൈറ്റഡും ആണ് കേട്ടോ. എന്താ എന്റെ ടിന്റ് വേറെ കളറായിട്ട് തോന്നിക്കാൻ പോകുമ്പോ ബേജാറായിട്ട്. അങ്ങനെ ചേച്ചിയുടെ അടുത്ത് കുറച്ച് വേവലാതികളൊക്കെ പറഞ്ഞു. ഇതാ നമ്മുടെ ഡ്രസ്സിന്റെ ഫിറ്റൊക്കെ കണ്ടേ. BEd പഠിക്കാൻ പോയത് കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഉപകാരമാണ് ഒറ്റയ്ക്ക് സാരി എടുക്കാൻ പഠിച്ചത് എന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ സാരി എന്ന് പറഞ്ഞപ്പോ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അമ്മയും വല്യമ്മയും നേരത്തെ ക്യൂ നിൽക്കാൻ പോയിരുന്നു കേട്ടോ. 6 മണിക്കൊക്കെ ക്യൂല് കയറിയിട്ട് നമ്മളൊരു 8:30, 8:45 ആയതിനു ശേഷമാണ് കേട്ടോ ഉള്ളിൽ തൊഴുതത്. പിന്നെ ശീവേലിയൊക്കെ കണ്ടു കഴിഞ്ഞാണ് പുറത്തിറങ്ങിയത്. ഗുരുവായൂർ പോകുമ്പോൾ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ശീവേലി കാണാന്നുള്ളത്. അതൊരു വല്ലാത്തൊരു ഫീലാണ്. അതിനോളം സമാധാനം തരുന്ന വേറെ ഒന്നുമില്ല. അമ്മയ്ക്കും വല്യമ്മയ്ക്കും അതിനിടയിൽ പഞ്ചാമൃതം കിട്ടിയ കഥയാണ് കേട്ടോ ഈ പറയുന്നത്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഓർമ്മയ്ക്കായി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അമ്പലത്തിൽ ഈ ഒരു 10-11 മണി സമയം ഭയങ്കര രസാട്ടോ. അധികം ആരും ഒന്നും ഇല്ലാതെ ഭയങ്കര ശാന്തമായ ഒരു അന്തരീക്ഷമായിരിക്കും കേട്ടോ. രാത്രിയിലെ ഫുഡിനായി നമ്മൾ നടേന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ചെറിയ ഹോട്ടലിൽ കയറിയിട്ട് ഗീ റോസ്റ്റ് ആട്ടോ കഴിച്ചത്. പിന്നെ കുറച്ച് കടയിലൊക്കെ കയറി തിരിച്ച് റൂമിലേക്ക്. അപ്പൊ ഞങ്ങൾ ഇന്ന് ദീപാരാധന അതൊക്കെ തൊഴുതു. എന്നിട്ട് പക്ഷെ എന്താ വെച്ചാൽ കുറെ നേരം ക്യൂ നിൽക്കേണ്ടി വന്നു. 6:45 കയറിയിട്ട് 8:45 കഴിഞ്ഞു. 9 കഴിഞ്ഞിട്ടാണ് എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റിയത്. പക്ഷെ സമാധാനം ആള് കുറവായിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളാല് ലേറ്റ് ആയി. പക്ഷെ ഉള്ളിൽ കയറി അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി മറ്റേ ശീവേലിന്റെ ടൈമിലേക്ക് എത്തിയപ്പം ഭയങ്കര രോമാഞ്ചം വരുന്നില്ല. ഇതാണ് ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ എന്താ പറയുകയാണെങ്കിൽ ഞങ്ങൾ ലേഡീസ് മാത്രം ഉള്ളൊരു ട്രിപ്പാണല്ലോ. അങ്ങനെ ഒരു വരവായത് കൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് എക്സ്പ്ലോർ ചെയ്യാൻ, നമ്മുടെ ഇഷ്ടത്തിന് നടക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പാകത്തിന് നമ്മുടെ പേസിനെ എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാരും ഇങ്ങനെ വരണം സ്വന്തമായിട്ട്. പിന്നെ പ്രിയദർശിനി ഉള്ളതുകൊണ്ട് ഇപ്പൊ സുഖമായില്ലേ. താങ്ക് യു VD സതീശൻ സാർ. ശനിയാഴ്ചത്തെ തിരക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ നിർമ്മാല്യം തൊഴാനുള്ള പ്ലാൻ ചെറുതായിട്ടൊന്ന് ഡ്രോപ്പ് ചെയ്തായിരുന്നു. അതുകൊണ്ട് രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേൽക്കാനായിരുന്നു പ്ലാൻ. ഇതെന്താ ഞങ്ങൾ നോക്കുന്നതെന്ന് അറിയോ? സമയം 12 മണി ആയിട്ടേ ഉള്ളൂ. ആൾക്കാർ ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് ഓടുകയായിരുന്നു. അങ്ങനെ നിർമ്മാല്യം തൊഴാനുള്ള പ്ലാൻ നമ്മൾ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു കേട്ടോ. അപ്പൊ ഒന്നുകൂടെ ഗുഡ് നൈറ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്. കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ രാവിലത്തെ ശീവേലി തൊഴാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു 5-5:30 ആയപ്പോഴേക്കും ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പൊ ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് രാവിലെ ഞങ്ങൾ നിർമ്മാല്യം തൊഴാൻ പോയിട്ടില്ല. കാരണം ഇന്നലെ രാത്രി നമ്മൾ തൊഴുതല്ല. അതുകൊണ്ട് നമ്മളതിന് പോയിട്ടില്ല. നമ്മൾ ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോൾ പോയിട്ട് സാധാ പോലെ തൊഴുതു, ശീവേലി കണ്ടു. അതിനുശേഷം അമ്പലത്തിൽ നിന്ന് പ്രസാദം കഴിച്ചു. അതായത് ഈ ഇഡ്ഡലി, പിന്നെ സാമ്പാർ, അതെല്ലാം. ഇനിയിപ്പോൾ ഞങ്ങൾ മമ്മിയൂർ ടെമ്പിളിലേക്ക് പോവാം. ഇന്ന് ഗുരുവായൂർ നല്ല തിരക്കായിരുന്നു കേട്ടോ. എത്ര ദിവസത്തെ പരിശ്രമമായിരിക്കുമല്ലേ ഈ ഒരു ഡാൻസ്. എന്ത് രസമല്ലേ കാണാൻ. ഗുരുവായൂരിന്ന് കഷ്ടിച്ച് ഒരു 800 മീറ്റർ ഒക്കെ ഉള്ളൂ മമ്മിയൂർക്ക്. അതുകൊണ്ട് ഞങ്ങൾ നടക്കുക കേട്ടോ ചെയ്തത്. മമ്മിയൂരും കൂടെ തൊഴുതാലേ ഗുരുവായൂർ ദർശനം പൂർണ്ണമാവുള്ളൂ എന്നാട്ടോ വിശ്വാസം. കൃഷ്ണനും രാധയും ചേർന്ന് നിൽക്കുന്ന ഒരു വിഗ്രഹം വേണമെന്ന് അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവര് ഇടയ്ക്ക് കുറെ ഷോപ്പുകളിലൊക്കെ കയറി അന്വേഷിക്കുന്നുണ്ടായി. ഗുരുവായൂർക്ക് തിരിച്ചു നടക്കുന്നതിനിടയിൽ നമ്മളൊരു ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ അമ്മേനെയും വലിയമ്മനെയും കുട്ടി നേരെ പ്രിയങ്ക സ്റ്റോഴ്സിലേക്ക്. ഇന്നലെ നോക്കി വെച്ച വളയും കമ്മലൊക്കെ ഞാൻ വാങ്ങി കേട്ടോ. നേരെ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അതും അമ്പലത്തിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. കുറച്ചധികം നേരം ക്യൂ നിൽക്കേണ്ടി വന്നെങ്കിലും രാവിലത്തെ അത്ര ഡിലേ ഉണ്ടായിരുന്നില്ല. അപ്പം ചോറും സാമ്പാറും വാഴക്കയുടെ ഒരു ഉപ്പേരിയും പിന്നെ അവിയലും ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു തൊഴുതു. ഇനി പോവാൻ വേണ്ടി റെഡി ആവണം. നമ്മള് ബാക്ക് ടു കോഴിക്കോട്. അപ്പൊ അതൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരുടെ അഭിപ്രായം കണ്ട് ഗുരുവായൂർ യാത്ര
സൂപ്പർ. ശരിക്കും സാറ്റിസ്ഫൈഡ് ആണോ? ആഗ്രഹങ്ങളൊക്കെ നമ്മൾ എല്ലായിടത്തും ഓടിച്ചൊന്ന് എത്തിയില്ലേ? അങ്ങനെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തതാ നമ്മൾ തിരിച്ച് കോഴിക്കോടേക്കുള്ള പ്രിയദർശിനി കയറിട്ടോ. ശരിക്കും ഈ ഒരു യാത്ര ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആഗ്രഹിച്ച പോലെ ആഗ്രഹിച്ച സമയത്ത് എല്ലാം ചെയ്യാനും ഒക്കെ കഴിഞ്ഞു, മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ. ആൻഡ് ഓൾസോ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരാൾക്കൊരു 800 ആ ഒരു റേഞ്ചിലാട്ടോ ചെലവ് വരുന്നത്. അപ്പോൾ എല്ലാ അമ്മമാരും ചേച്ചിമാരും എല്ലാവരും ഇങ്ങനൊരു യാത്ര നടത്തും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബ്രേക്ക് ആവശ്യമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.